ഇന്ന് അവിയലാണ്. അവിയൽ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, ഓംലെറ്റ്, പപ്പടം, മുളക് വറുത്തിയുണ്ട്. പിന്നെ ചോറ്, സാമ്പാർ, അവിയൽ, പപ്പടം, തൈരിലിട്ട മുളക് വറുത്തത്, ഓംലെറ്റ്. വെള്ളത്തിൽ മുക്കി തിന്നല്ലേ? വെള്ളത്തിൽ മുക്കി തിന്നതിനാ പപ്പടം. അത് ചോറിനോട് കഴിക്കുക. വെള്ളത്തിൽ മുക്കുന്ന കഴിക്കല്ലേ? വെള്ളത്തിൽ മുക്കി കഴിക്കല്ലേ? പപ്പടം അല്ലാതെ കഴിക്കണം. അല്ലാതെ കഴിച്ചേ. നല്ല അവിയലുണ്ട്. ഇതൊക്കെ എടുത്ത് കഴിക്കാതെ ഓംലെറ്റ് ഒക്കെ എടുക്കും. ഇതിന് മുട്ട ഇഷ്ടമുണ്ടല്ലോ, പിന്നെന്ത്? മുട്ടയൊക്കെ എടുത്ത് കഴിക്കും. ഉറക്കം വരുന്നോ? പിന്നെ ഇന്ന് ഉറക്കം തോന്നുമായിരുന്നു ഇവിടെ ഇരുന്ന് ഞാൻ നോക്കിയപ്പോൾ. അറിയില്ലേ? അല്ല, ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയും ചോറൂടെ കഴിക്കച്ച മുളകും എല്ലാം നല്ല ഈ മുളകൊക്കെ നല്ല രുചിയാണ്. കുറച്ച് ചെരി ഉണ്ടെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കണം. ഓംലെറ്റും കഴിക്കുക. നമ്മൾ ഈ വീഡിയോ അച്ഛൻ്റെ ഞാൻ ഷെയർ ചെയ്യുമ്പം ചില ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത് എന്തിനാണ്? ഇപ്പം ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടപ്പം എന്ത് വീഡിയോ ഇട്ടാലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ ഇതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത് എന്തിനാണ്, അത് നമ്മളറിയേണ്ടത് എന്തിനാണ്? അപ്പം ഞാൻ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട്, അവരെല്ലാം എൻ്റെ വീഡിയോ കാണും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അങ്ങനെ ഷെയർ ചെയ്യുന്നതല്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വിറവെല്ലാം തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണല്ലോ. അപ്പം എഴുകോണത്തെ നമ്മുടെ എൻ്റെ സുഹൃത്ത് നിശാന്തിൻ്റെ തടിമില്ലിൽ നിന്നാണ് ഞങ്ങൾ വിറവെല്ലാം പ്രാവശ്യം എടുത്തുകൊണ്ടിരുന്നത്. പ്രാവശ്യം തീർന്നിരിക്കുകയായിരുന്നു. അപ്പം കുറച്ചുകൂടെ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ എളുപ്പം കുറച്ച് വിറവുണ്ട്, എടുത്തുകൊണ്ട് പോകുമ്പോൾ. അങ്ങനെ ഇന്നലെ എഴുകോട് പോയിട്ട് നമ്മുടെ വിറവൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമുക്കൊരു 2-3 മാസത്തേക്കുള്ള വിറവ് കിട്ടി. ഇന്ന് വിറവെടുത്തുകൊണ്ട് വന്നു എൻ്റെ സുഹൃത്ത് നിശാന്തിൻ്റെ എഴുകോണത്തെ മില്ലിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഞാൻ വിറവെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. എല്ലാ പ്രാവശ്യവും കൊണ്ടുവന്ന വിറവൊക്കെ തീർന്ന് കുറച്ചുകൂടെ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ വിളിച്ചു പറഞ്ഞാൽ വിറവുണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി വിറവെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഈ വിറവിൽ ഏകദേശം എനിക്കൊരു 3 മാസത്തേക്ക് എന്തായാലും ഞങ്ങൾക്ക് കിട്ടും. അപ്പം അത്യാവശ്യമുള്ള എല്ലാം ഞാൻ വിറവെടുപ്പിലാണ് വയ്ക്കുന്നത്. ചായയും ബാക്കി ദോശയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഗ്യാസിൽ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ അവിടെ എല്ലാം സെറ്റാക്കി അങ്ങനെ ഒരു 3-4 മാസത്തേക്കുള്ള വിറവ് നിശാന്തിൻ്റെ മില്ലിൽ നിന്നാണ് എനിക്ക് തന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വിറവ്. പുരോടി വയ്ക്കും. നീ ഇന്നോടെ വിറവൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും. തമാശയാണ്, രസം ഇല്ലോ? ഇതൊക്കെ ഒരു ഇതല്ലേ ഇല്ലേ? നമ്മൾ വീഡിയോ ചിലതൊക്കെ ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെ എല്ലാം കഴിച്ചോട്ടെ. ഓംലെറ്റ് എടുത്തതേ ഇല്ല കേട്ടാ. ആ പപ്പടം ഒന്ന് പൊട്ടിച്ചതേ ഉള്ളൂ. എല്ലാം കഴിക്കാത്ത എന്ത്? അത് കൂടെ എടുക്കണം. പിന്നെ അതും കൂടെ കഴിക്കണം. പനിയിട്ട് അവിടെ വലിയ അല്ല ഇല്ല. അച്ഛൻ പനയത്തെ കാര്യം പറയാൻ കുറേ നാളായി. അച്ഛൻ്റെ സ്ഥലത്തെ പറ്റി മറന്നിരുന്നായിരിക്കും, ഇപ്പോൾ ഓർത്തായിരിക്കുമ്പോഴാണ്. ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ആഹാരം. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുക. മൊത്തം കഴിക്കണം കേട്ടോ. അവിടെ നേരത്തെ കളഞ്ഞോളൂ. വേണ്ട, സൈഡിൽ ഇട്ടിരുന്നാൽ മതി. ബാറിലൊന്നും ഇപ്പോൾ പോകണ്ട. ബാറിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്? മൊത്തം കഴിക്കണേ.
കേട്ടോ മൊത്തം കഴിക്കണം കേട്ടോ ആ ചോറ് ഓക്കെ മൊത്തം കഴിക്കണേ കേട്ടോ ഓക്കെ ആ ശരി ഉറങ്ങല്ലേ